ഹായ് നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്രൊജക്റ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പ്രീഷ്യസ് ആയ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വളരുന്നൊരു മേഖല ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരു സൂപ്പർ പ്രൊജക്റ്റാണ് യഥാർത്ഥത്തിൽ ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്സി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. ഈ ഒരു കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ സൂപ്പർ വിഷനോടും മിഷനോടും കൂടി പ്രവർത്തിക്കുന്ന 6 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പ്രൊജക്ട് ബേസ്ഡ് കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയുടെ വിഷണറി ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൽ അർഷാദ് സാറാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ ഉണ്ട്, കോർപ്പറേറ്റ് മെന്റർ ഉണ്ട്, 2 ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനിക്ക് ജനറൽ മാനേജർ ഉണ്ട്. ഈ ഒരു കമ്പനി തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ടാണ് ഓക്സി ജനിക്കുന്നത്. ഇനി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സർട്ടിഫിക്കേഷൻസും ഈ ഒരു കമ്പനിക്കുണ്ട്. അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ് ഓക്സി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ. മറ്റുള്ള പ്രൊജക്ടുകൾ അപ്കമിംഗ് പ്രൊജക്ടുകളാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി എന്താണ് ഓക്സി ഷോപ്പ് ടൈപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളുണ്ട് അല്ലേ. ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ സൊമാറ്റോ, ഓയോ, ഊബർ, ഇതൊക്കെ നമ്മൾ കേട്ട് സുപരിചിതമായുള്ള കമ്പനികളാണ്. ഈ ഒരു കമ്പനികളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ആമസോണെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് പോലും അവർക്കില്ല. സൊമാറ്റോക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽസ് ഇല്ല, ഓയോക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഹോട്ടൽസ് ഇല്ല, ഊബറിനാണെങ്കിൽ സ്വന്തമായിട്ട് ടാക്സികളില്ല. പക്ഷേ ഇന്ന് ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഷോപ്പ് ടൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ടാണ്. 2024 ഇവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ഓയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 5000 കോടിയാണ്. ഫ്ലിപ്കാർട്ടിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 70,000 കോടിയാണ്. സൊമാറ്റോയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 2 ലക്ഷം കോടിയാണ്. ഊബറിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 10 ലക്ഷം കോടിയാണ്. ആമസോണിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 202 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇവർക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷോപ്പുകളെ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ വളരാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ആ കമ്പനികൾക്ക് മാത്രമാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്. എന്നാൽ ഓക്സി മുമ്പോട്ട് വെക്കുന്നത് ഷോപ്പ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓക്സിയിലുള്ളത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഷോപ്പുകാരുടെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഒന്ന് അവർ കിട്ടുന്ന ഫ്രീ അഡ്വർടൈസ്മെന്റ് ആണ്. അതുപോലെ തന്നെ പെർമനന്റ് കസ്റ്റമേഴ്സിന് കൊടുക്കും. അതുപോലെ തന്നെ നാളെ കമ്പനി ബൾക്ക് ഒരു 1000 സൂപ്പർ മാർക്കറ്റ് കാണുന്ന സമയത്ത് ഈ 1000 സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് കമ്പനി സെൻട്രലൈസ്ഡ് ആയിട്ട് പർച്ചേസ് നടത്തി കൊടുക്കും. അതുപോലെ തന്നെ ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കും. അത് ഏത് മേഖലയാണ്, ഇലക്ട്രോണിക് ഷോപ്പ് ആയിക്കോട്ടെ, ഏത് ഷോപ്പുമായിട്ട് ഓക്സൈഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ. പ്ലാനിങ്സ് എന്ന് പറയുന്നത് ഓരോ പിൻകോഡിലും ഒരു കാറ്റഗറിയിൽ 2 ഷോപ്പുകളാണ് നമ്മൾ അലോ ചെയ്യുന്നത്. ഏകദേശം 50ഓളം കാറ്റഗറിയിൽ നമുക്ക് ഒരു പിൻകോഡിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കടക്കാരിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് 1 മുതൽ 50% വരെ പ്രോഫിറ്റ് ആണ്. കാരണം അവർക്ക് നിലവിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഒന്നും ഓക്സി കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്സിയുടെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് മാത്രം ഓക്സിക്ക് ഈ ഒരു ഇൻകം അവർ കൊടുത്താൽ മതി. ഈ ഒരു ഇൻകം എങ്ങനെയാണ് ഓക്സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ ഒരു 10,000 രൂപക്ക് നിലവിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് ഇനി മുതൽ ഓക്സി ടൈപ്പ് ചെയ്ത് ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10% ആണ് ഓക്സി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഈ ഷോപ്പുകാർ കൊടുക്കുന്നതെങ്കിൽ കമ്പനി കസ്റ്റമേഴ്സിന് 40% കുറച്ച് കൊടുക്കും. അതായത് നിങ്ങൾ ഇനി മുതൽ 10,000 രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 400 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ലെവൽ ഇൻകം, ഡ്രീമർ ഇൻകം, സ്പാർട്ടർ ഇൻകം, ക്യാപ്റ്റൻ ഇൻകം, ഷോപ്പിനെ ടൈപ്പ് ആക്കുന്നവർക്കൊരു ഇൻകം ഇതിലുണ്ട്. ഇനി ലെവൽ ഇൻകത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 19 ലെവൽ വരെയാണ് നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്നത്. അതും ആ ലെവലിലേക്ക് 19% കമ്പനി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് കമ്പനി മാറ്റിവെക്കുന്നത് ലെവൽ ഇൻകത്തിലേക്ക്. നിങ്ങൾ കമ്പനിയിലെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആളുകളെയും ഫ്രീ ആയിട്ടോ പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടോ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു 10 ആളെ വെച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെവലിൽ ഒരു 10 ഫ്രീ ഐ ഡി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും നിങ്ങൾക്ക് അവരിൽ 10 രൂപയെങ്കിലും വെച്ച് കിട്ടുകയാണെങ്കിൽ 100 രൂപ നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 10 ആൾ ഒരു 10 ആൾ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ടീമിൽ 100 ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ലെവലിൽ 1000 ആയിട്ടുണ്ടാവും, 10,000. ഇങ്ങനെ 19 ലെവൽ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും. അത് ഏറ്റവും ചുരുങ്ങിയ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 10,000 എബോ ഇൻകം റീപർച്ചേസിലൂടെ മാത്രം എൻ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായും 10,000 കസ്റ്റമേഴ്സ് ഉണ്ടാക്കാനേ പണിയുള്ളൂ. 10,000 കസ്റ്റമേഴ്സ് ഉണ്ടാക്കി അവരുടെ ഇടയിൽ അവർ എത്ര കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നാലും 19 ലെവലുകൾ വരെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇതിൽ പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ നിങ്ങൾ 1 രൂപ മുടക്കേണ്ടതായിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ ബിസിനസ്സുകാരനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗത്താർക്കാണ് ഇതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്.
അതിൽ നമുക്ക് 5 രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ. ഇതിൽ സ്റ്റാർട്ടപ്പിനെ പറ്റി മാത്രം ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പേ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധമാണ്, അല്ലെങ്കിൽ പ്രിവെൻഷൻ കെയർസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണ്. എല്ലാ GMP ലൈസൻസ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്, ISO സർട്ടിഫിക്കേഷൻ എല്ലാം കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രൊഡക്ട്സ് ആണ്. ഏകദേശം 17 പ്രൊഡക്റ്റ് ആണ് കമ്പനിക്ക് ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഇത് കോപ്പി പേസ്റ്റ് പ്രൊഡക്റ്റ് അല്ല. സ്വന്തമായിട്ട് കമ്പനിക്ക് സയന്റിസ്റ്റ് ഉണ്ട്, കമ്പനിക്ക് സ്വന്തമായിട്ട് R&D ഉണ്ട്, പ്രൂവൺ റിസൾട്ട് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം, നെക്സ്റ്റ് ജനറേഷനിലുള്ളവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതിൽ പറ്റുമെന്നുള്ളതാണ്. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർ സജികുമാർ ആണ്. സജികുമാർ കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ അടിക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് നിയമസഭയിലും മറ്റുള്ള മുഖ്യമന്ത്രിമാർക്ക് കളകണ്ട് സദ്യ ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനും കൂടിയാണ്. ജസ്റ്റ് യൂട്യൂബിൽ ഡോക്ടർ സജികുമാർ എന്നടിക്കാണ് അദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം 100% നാച്ചുറൽ ആണ്, ഹെർബൽ ആണ്, സീറോ കെമിക്കൽ ആണ്, സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലവർ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പ്രൂവൺ റിസൾട്ട് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ്. ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സർട്ടിഫിക്കേഷൻസ് നമുക്ക് അവിടെ ഷോ ചെയ്യും. ഇനി ഇതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ക്ലബിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ പെടുന്ന ഏകദേശം 1340 രൂപ മുതൽ 2500 രൂപ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടും. അത്തരത്തിൽ ഒരു പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ 2 വിങ് ഉള്ളത്, കോപ്പറേറ്റീവ് വിങ്, ഓൾട്ടർനേറ്റ് വിങ്. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ കോപ്പറേറ്റീവിലേക്ക് നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു, ഓൾട്ടർനേറ്റിലേക്കും ഒരാളെ കൊണ്ടുവന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെയർ മാച്ച് എന്നാണ് അതിനെ പറയുക. അതിനൊരു 200 രൂപ പെയർ മാച്ചിങ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതുപോലെ നിങ്ങളുടെ കോപ്പറേറ്റിലും ഓൾട്ടർനേറ്റിലും നിങ്ങൾ കൊണ്ടുവന്ന ആര് എത്ര കച്ചവടം നടത്തിയാലും അതിന്റെ ഓരോ പെയർ മാച്ചിനും നിങ്ങൾക്ക് 200 വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസത്തെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 5000 റുപ്പീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് മാസം 1 ലക്ഷം രൂപ വരെ ഈ 1340 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കോൺസെപ്റ്റ് ആണ് ഓക്സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ ഒരു 50 രൂപ ഡയറക്റ്റ് റെഫറലും ഇൻകം നമുക്ക് കിട്ടും. അതിനെ പറയുന്നത് സ്റ്റാർട്ടപ്പ് ബോണസ് എന്നാണ്. ആദ്യത്തെ പെയർ മാച്ച് മാത്രം 1:2 ആണ്. അതായത് കോപ്പറേറ്റിൽ ഒരു ബിസിനസ്സും ഓൾട്ടർനേറ്റിൽ 2 ബിസിനസ് വന്നാൽ മാത്രമേ 200 രൂപ കിട്ടുള്ളൂ. അതിനുശേഷം കോപ്പറേറ്റിൽ 1 ഓൾട്ടർനേറ്റിൽ 1 വന്നാലും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ എന്ന് പറഞ്ഞ കുറച്ച് പ്ലാനും കൂടിയുണ്ട്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ITB എന്ന് പറയുന്ന ഒരു ഇൻകം കിട്ടുന്നുണ്ട്. 10,000 രൂപ നിങ്ങൾ ഓക്സിലോട് വരുമാനം വാങ്ങി കഴിഞ്ഞാൽ 5,000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു. അതുപോലെ തന്നെ ഓക്സി റൈഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് 10,000 രൂപ അഡീഷണൽ നിങ്ങൾക്ക് ഇതിന്ന് വരുമാനം കിട്ടുന്നതായിരിക്കും, ലൈക്ക് ഒരു സാലറി പോലെ. അങ്ങനെ നമ്മൾ ബൈനറിയിൽ എത്രയാണ് വരുമാനം വാങ്ങുന്നത് അതിന്റെ നേർ പകുതി നമുക്ക് ITB ഇൻകം എന്നുള്ള രീതിയിലും കിട്ടുന്നുണ്ട്. അത് ഒറ്റയടിക്കല്ല കിട്ടുക, കമ്പനിയുടെ ബിസിനസ് ടേൺ ഓവറിനനുസരിച്ച് നമുക്ക് ഓരോ മാസവും ഈക്വൽ ആയിട്ട് വീതിച്ചു തരികയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ജിമെയിൽ അഡ്രസ്, പിൻകോഡ് ഇതൊക്കെ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് തന്നാൽ മതി. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും മറ്റുള്ള ഡൗട്ടുകൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏതൊരു സാധാരണ വ്യക്തിക്കും, ഏത് വീട്ടമ്മയായിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 lakh എബോ എങ്കിലും മന്ത്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്സി എന്ന് പറയുന്നത്. എനിവേ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്.